ഹലോ, ഞങ്ങൾ ഇന്ന് എറണാകുളത്തേക്ക് പോവാണ് കേട്ടോ. ഞാനും ഹസ്ബൻഡും ചിക്കും കിച്ചും കൂടെയാണ് എറണാകുളത്തേക്ക് പോകുന്നത്. ചിക്കും കിച്ചും ഞങ്ങളുടെ മേമയുടെ മക്കളാണ്. രാവിലെ ഒരു 8 മണിക്ക് പോകണമെന്നായിരുന്നു ഞങ്ങളുടെ ഒരു പ്ലാൻ. പക്ഷെ ഇവന്മാര് വന്നപ്പോഴേക്കും 9 മണി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇറങ്ങാനും നല്ല ലേറ്റായി. ഇതിലിതാ ഈ ഡ്രൈവ് ചെയ്യുന്ന ആളാണ് ചിക്കു, ബാക്കിൽ എൻ്റെ അടുത്തിരിക്കുന്നതാണ് കിച്ചു. അങ്ങനെ ഞങ്ങൾ എറണാകുളം എത്തി. എന്തിനാണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഹസ്ബൻഡ് പോണതിന് മുമ്പായിട്ട് വലിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ആദ്യം ഞങ്ങൾ കുറച്ച് ഡ്രസ്സും വേറെ കുറെ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് വിശാൽ മാർട്ടിലാണ് കേട്ടോ വന്നത്. ഇവിടെയാണെങ്കിൽ വുമൻസിന്റെയും മെൻസിന്റെയും ഡ്രസ്സുകൾക്കും വീട്ടു സാധനങ്ങൾക്കും അത്യാവശ്യം നല്ലോണം വില കുറവുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ സാധനങ്ങൾ ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഡ്രസ്സുകളാണെങ്കിൽ നല്ലോണം കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ ട്രെൻഡി ഐറ്റംസ് ആയിരുന്നു മിക്കതും. ഞങ്ങൾ വീഡിയോ എടുത്ത് വന്നപ്പോഴേക്കാണ് അവർ പറഞ്ഞത് വീഡിയോ അലൗഡ് അല്ലാന്ന്. അപ്പൊ അതുകൊണ്ട് അധികം ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് നേരെ വന്നത് സ്റ്റുഡിയോയിലേക്കാണ്. ഇപ്പൊ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിക്കില്ലേ സ്റ്റുഡിയോ. എനിക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ. ഇടയ്ക്ക് ചെല്ലുമ്പോൾ ഒട്ടും കളക്ഷൻസ് ഉണ്ടാവില്ല, പക്ഷെ ഇപ്രാവശ്യം നല്ലോണം കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. കൂടുതലും ഡ്രസ്സുകളും കുർത്തകളും ആണ് ഇവിടെ കണ്ടത്. നമ്മൾ ലേഡീസിന്റെ ഫേവറേറ്റ് കാര്യമായിരിക്കില്ലേ ഈ ഷോപ്പിംഗ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷോപ്പ് ചെയ്യാൻ. അതൊന്നും തിരക്ക് പിടിച്ചൊന്നും ഷോപ്പ് ചെയ്യുന്ന ഒട്ടും ഇഷ്ടമല്ല. നല്ല റിലാക്സ്ഡ് ആയിട്ട് ഷോപ്പ് ചെയ്യണം, എന്നാലേ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. ഞാൻ കൂടെ കൊണ്ടുവന്നത് 3 ബോയ്സിനെ ആയതുകൊണ്ട് അവർക്ക് നല്ലോണം ബോറടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ നടന്നിട്ട്. ഓരോ ഡ്രസ്സ് എടുക്കുമ്പോഴും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിക്കും എങ്ങനെയുണ്ട് കൊള്ളാവുന്നു. അപ്പോൾ പുള്ളി പറയും സൂപ്പറാണ്. കാര്യം എന്താണെന്ന് അറിയോ, ഇത് തീർന്നാലേ വേഗം ഇറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ പെറുക്കി എടുത്തിട്ട് നേരെ പോയത് മെൻസിന്റെ സെക്ഷനിലേക്കാണ് കേട്ടോ. അവർക്കും ഒരു എന്റർടൈൻമെന്റ് വേണ്ടെന്ന് വെച്ചിട്ട് മെൻസിന്റെ ഡ്രസ്സുകളും അത്യാവശ്യം നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ചെരുപ്പുകളും ഷൂസും നല്ലോണം ഉണ്ടായിരുന്നു. മിറർ കണ്ടാൽ പിന്നെ ഒരു ഫോട്ടോ മസ്റ്റ് ആണ്. ചിക്കുവിന്റെ കല്യാണം ഉറപ്പിച്ചിട്ട് കുറച്ച് നാളായി. അപ്പൊ അതുകൊണ്ട് തന്നെ ആളുടെ വുഡ്ബിക്ക് വേണ്ടി കുറച്ച് കോസ്മെറ്റിക്സ് നോക്കാണ് കേട്ടോ ആള്. ആദ്യം തന്നെ കണ്ടപാടെ ഐലൈനർ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ ആൾക്ക് മുന്തിരി കളർ നെയിൽ പോളിഷ് ആണത്ര. ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര നോയ്സ് ആയത് കാരണം ഇപ്പം പറയുന്നൊന്നും വീഡിയോയിൽ ഇട്ടിട്ടില്ലേ. ഇവൻ ഓരോന്ന് നോക്കിയെടുക്കുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ഓരോ പ്രൊഡക്റ്റ് എന്താണെന്ന് ചോദിച്ചിട്ട് അത് വാങ്ങിക്കായിരുന്നു ആള്. വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴാണെങ്കിൽ അവന് ഭയങ്കര നാളായി ആ എടുത്ത ഹൈലൈനർ അവിടെ തന്നെ കൊണ്ടുവച്ച്. ഇവരാണെങ്കിൽ വന്ന ടൈം തൊട്ടേ ഫോണിലായിരുന്നു, ഭയങ്കര ബിസി ആയിരുന്നു. അവര് മൂന്നേരം ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന നേരം കൊണ്ട് ഞാൻ ഒന്നും കൂടെ ലേഡീസ് സെക്ഷനിലേക്ക് വന്നു. ഇനി എങ്ങാനും എന്റെ കണ്ണിപ്പെടാതെ ഏതെങ്കിലും ഡ്രസ്സ് ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിലോ അതും കൂടെ എടുക്കാമല്ലോ എന്ന് വെച്ച്. അങ്ങനെ അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. ടൈം നോക്കിയപ്പോഴാണെങ്കിൽ 2:30 ആയിട്ടുണ്ടായിരുന്നു. സീ ഫുഡ് നോക്കിയാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷെ ഞങ്ങൾ നേരെ ചെന്നെത്തിയത് ചാർക്കോൾ ഷാക്കിലേക്കായിരുന്നു. അവിടുത്തെ സ്പെഷ്യൽ ചാർക്കോൾ മന്തിയൊക്കെ കഴിച്ച് ഇതേ ഒരു പുഡിങ്ങും കൂടെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വിട്ടത് നമ്മുടെ സ്വന്തം ബ്രോഡ്വേയിലേക്കാണ്. ബ്രോഡ്വേയിൽ എത്തിയ പാടെ ഞങ്ങൾക്ക് നല്ലൊരു മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിരുന്നില്ല. വേഗം എങ്ങനെയൊക്കെയോ ഷോപ്പിംഗ് ഒക്കെ തീർത്താണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് തിരിക്കുന്ന വഴിക്കാണ് നമ്മൾ ഈ ഷോപ്പിലേക്ക് വന്നത്. കിച്ചുവിന് വീട്ടിലേക്ക് വളർത്തുമീനെ മേടിക്കാനാണ് കേട്ടോ. ഇത് ഹോൾസെയിൽ ഷോപ്പ് ആയതുകൊണ്ട് തന്നെ കുറേ വെറൈറ്റീസ് ഓഫ് മീനുകൾ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു ഇവിടെ. ഇത്രയും മീനുകൾ ഉണ്ടായിട്ട് ഇവന്മാരെടുത്തത് ഗർഭിണികളായ 3 ഗോൾഡ് ഫിഷിനെയാണ്. 3ന്റെയും ഡെലിവറി കിച്ച തന്നെ നോക്കിക്കോളാന്ന് പറഞ്ഞാണ് ഇത് 3നെ എടുക്കുന്നുണ്ടായത്. ഇവിടെയാണെങ്കിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട മീൻ നമുക്ക് തന്നെ നെച്ചെടുത്ത് എടുക്കാവുന്നതാണ്. ഇതേപോലത്തെ 3 എണ്ണത്തിനെയാണ് കേട്ടോ ഇവർ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്റെ ഹസ്ബൻഡ് ഇതൊക്കെ മേടിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നോക്കാൻ ആളില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടൊന്നും വാങ്ങിയില്ല. അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്കാണ് തിരിച്ചത്. നല്ലോണം ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു വരുന്ന വഴിക്ക്. അങ്ങനെ പറവൂർ എത്തിയപ്പോഴാണ് ഞങ്ങളൊന്ന് ചായ കുടിക്കാന്ന് വെച്ച് ഒരു ചായക്കടയിൽ കയറിയത്. ഇവനാണെങ്കിൽ രാവിലെ തൊട്ടേ ഭയങ്കര ബിസിയാണ്. ഫോൺ താഴെ വെച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ വേഗം ചായ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടു. പോരുന്ന വഴിക്കാണെങ്കിൽ ചിക്ക് കുറച്ച് നാൾ കുവൈറ്റിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത്. അപ്പോൾ അവിടുത്തെ കഥകളൊക്കെ പറയായിരുന്നു ഇവര്. ഇവരെ തള്ളിമറിച്ചുകൊണ്ടിരിക്കുന്ന എന്താന്ന് വെച്ചാൽ ഈ കുവൈറ്റിലെ അറബികൾക്ക് ഇവരുടെ പേര് കുറച്ച് ടഫാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ പേര് അവരുടെ സൗകര്യത്തിനനുസരിച്ച് മാറ്റിയാണ് അത്ര അവർ വിളിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.